യേശുവിനെ കാണാനെത്തിയ ശിശുക്കളെ ശിഷ്യന്മാർ തടയുന്നൊരു സംഭവം ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ശിശുക്കളെ തടയരുത്, സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. ഈശോയ്ക്ക് എന്നും ഏറെ പ്രിയപ്പെട്ടതാണ് കുഞ്ഞുമക്കൾ. അത്തരത്തിൽ ഒരു കുഞ്ഞു മകനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കേവലം 8 വയസ്സ് മാത്രം പ്രായമുള്ള അമൽ. എൻ്റെ പുറകിൽ കാണുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കീഴിൽ വരുന്ന 4 കോടി എന്നറിയപ്പെടുന്ന ദേവാലയമാണ്. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ഓർഗൻ വായിക്കുന്നത് 8 വയസ്സ് മാത്രം പ്രായമുള്ള അമലാണ്. ഇനി അമലിൻ്റെ വിശേഷങ്ങൾ നമുക്കിനി നേരിട്ട് കണ്ടറിയാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാൻ തിരുമയൊടി ബലിയർപ്പിക്കാം. സർവേശനു സ്തുതിഗീതം. നാലുകോടി സെൻറ് തോമസ് ഇടവകയ്ക്ക് അഭിമാനമാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ അമൽ മോൻ. ഈ ദിവസങ്ങളിലാണ് അമൽ ആദ്യ വിശുദ്ധ കുർബാന ആഘോഷപൂർവ്വമായി സ്വീകരിച്ചത്. അമൽ പള്ളിയുമായിട്ട് ഒത്തിരി അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വളരെ താല്പര്യമുള്ളയാളാണ്. വളരെ പ്രത്യേകമായും കൊയർ ലീഡ് ചെയ്യുന്നതിന്, ഓർഗൻ വായിച്ച് ലീഡ് ചെയ്യുന്നതിന്, അത് സ്വതസിദ്ധമായിട്ട് അത് പ്ലേ ചെയ്ത് കൊയറിന് നേതൃത്വം നൽകാൻ ഈ ചെറുപ്രായത്തിൽ അമലിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെ അതിശയിപ്പിക്കുന്നത്. അമലിനൊരു സംഗീത പാരമ്പര്യമുണ്ട്. അമലിൻ്റെ പിതാവ് ബിനോയ് ഇവിടെ കപ്പ്യാരായി ജോലി ചെയ്യുന്നു. ബിനോയിയുടെ പിതാവ് തങ്കച്ചൻ അച്ചോത്തിൽ ഏതാണ്ട് 30 വർഷക്കാലം പള്ളിയുടെ കപ്പ്യാരായിരുന്നു. അതോടൊപ്പം സംഗീതാലാപവും തങ്കച്ചനും അതുപോലെ ബിനോയും 3-ാം തലമുറയിൽ ഇപ്പോൾ അമലും, അങ്ങനെ ഒരു സംഗീത പാരമ്പര്യമുള്ള കുടുംബം. അതുകൊണ്ട് തന്നെ സ്വതസിദ്ധമായ നൈപുണ്യം ഈ കാര്യത്തിൽ ഉണ്ട്. അത് വളരെ പ്രകടമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അമൽ എല്ലാ രീതിയിലും വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും മകൻ്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിലും വളർന്നു വന്നതുപോലെ ഞങ്ങളുടെ ഇടവകയിൽ ജ്ഞാനത്തിലും പ്രായത്തിലും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിയിലും വളർന്നു വരുന്ന എളിമയുള്ള ഒരു കുഞ്ഞാണ് ഞങ്ങളുടെ അമൽമോൻ. അമൽമോന് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രമാത്രം
നല്ല പെർഫെക്റ്റായിട്ട് ഓർഗൻ വായിക്കാൻ സാധിച്ചതിൻ്റെ അഹങ്കാരമോ ഒന്നുമില്ലാതെ വളരെ എളിമയുള്ള ഒരു കുഞ്ഞാണ്. ബൽമോനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് വളരെ എളിമയുള്ള, ഞങ്ങൾക്കും അതാണ് ബോധ്യമാകുന്നത്, വളരെ എളിമയുള്ള, എല്ലാവരോടും എളിയ മനോഭാവത്തോടെ ഇടപെടുന്ന ഒരു കുഞ്ഞ്. ഈ കുഞ്ഞ് കൂടുതൽ ഉയരങ്ങൾ സ്വന്തമാക്കാനായിട്ട് ഈ കുഞ്ഞിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ദൈവാനുഗ്രഹം ഈ കുഞ്ഞിനോടൊപ്പം എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് ടോജി സെബാസ്റ്റ്യൻ. ഞാനിവിടുത്തെ സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. നമ്മുടെ അമലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമൽ കീബോർഡിൽ കാണിക്കുന്ന ഈ വൈഭവം ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുള്ളതായിട്ടാണ്, ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമുള്ള ഒരു കുട്ടിയാണ് പ്രിയപ്പെട്ട അമൽ. അമൽ സൺഡേ സ്കൂളിലെ പ്രവർത്തനങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുകയും എല്ലാവർക്കും പ്രചോദനവും മാർഗനിർദ്ദേശവും തരുന്ന ഒരു വലിയ വ്യക്തിയാണ്. ഈ ചെറിയ ശരീരത്തിലെ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് അമൽ. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും അവരോട് കാരുണ്യം കാണിക്കുന്നതിലും അമലിനുള്ള ഒരു താല്പര്യം ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മളിപ്പോൾ അമലിൻ്റെ വീട്ടിലാണ്. അമലിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും നമ്മോടൊപ്പം ചേരുന്നു. എല്ലാവർക്കും ഗുഡ്നസ് ടി വിയിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു ആദ്യമേ തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പം അമലിൻ്റെ പപ്പയാണ്, പേരൊക്കെ ഒന്ന് പറഞ്ഞ് ഞങ്ങൾ പരിചയപ്പെടുത്താവോ? ഞാൻ ബിനോയ്, നാലുകോടിപ്പള്ളിയിലെ ദേവാലയ ശുശ്രൂഷയാണ്. ഇപ്പോൾ ഒരു 10-12 വർഷമായിട്ട് ഞാൻ ഈ ജോലി ചെയ്യുന്നു. ദീർഘകാലമായിട്ട് എൻ്റെ അച്ചാച്ചൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അമലിൻ്റെ ഈ ശുശ്രൂഷയും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ സീനി, ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ അൻസു, ഞാൻ അമലിൻ്റെ ചേച്ചിയാണ്. ഞാനിപ്പോൾ 9ൽ പഠിക്കുന്നു. ഇതെൻ്റെ അച്ചാച്ചനാണ്. അച്ചാച്ചനെ ഒരു 10-32 വർഷം പള്ളിയിലെ ദേവാലയ ശുശ്രൂഷയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇത് അമ്മ. അച്ചാച്ചൻ്റെ പേര് തങ്കച്ചൻ എന്ന് വീട്ടിൽ വിളിക്കും, AJ ജോസഫ് എന്ന ഒഫീഷ്യൽ പേര്. ഇത് എൻ്റെ അമ്മ. പിന്നെ അമ്മിണി എന്ന് വീട്ടിൽ വിളിക്കും, അന്നമ്മ എന്ന ഒഫീഷ്യൽ പേര്. പിന്നെ ഞങ്ങൾക്കൊരു മൂത്ത മോളുണ്ട്, അവൾ നഴ്സിംഗ് പഠിക്കുവാണ്, 4ാം വർഷം. ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചായിരുന്നു ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുഞ്ഞുമക്കളെയാണ്. അപ്പോൾ ഈശോ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു കുഞ്ഞുമോൻ അമൽ നമ്മോടൊപ്പം ഉണ്ട്. അമലെ, എന്നാ ഉണ്ട്, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ എത്രയിലാണ് പഠിക്കുന്നത്? 5ൽ പഠിക്കുന്നു. ഏത് സ്കൂളിലാണ്? SH. അപ്പോൾ രാവിലെ നമ്മൾ പള്ളിയിലൊക്കെ പോയി. അപ്പോൾ അമൽ കുർബാനയ്ക്ക് ഓർഗണൊക്കെ വായിക്കുന്നുണ്ടായി അല്ലേ? എത്ര നാളെ ഇപ്പോൾ ഓർഗൻ വായിക്കുന്നു? 1 വർഷമായി അല്ലേ? 1 വർഷം കൊണ്ടാണ് ഇതൊക്കെ പഠിച്ചെടുത്തേ? അതെ. ആരെ ഇതൊക്കെ പഠിപ്പിച്ചു തന്നേ? തന്നെ പഠിച്ചോ എല്ലാം? തന്നെ കേട്ട് കുർബാനയ്ക്കൊക്കെ പോയി തന്നെ കേട്ട് പഠിച്ചു അല്ലേ? ഒത്തിരി ഇഷ്ടമാണ് ഇതൊക്കെ വായിക്കാൻ? എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകാനായിട്ട് ശ്രമിക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ. ഓർഗൻ പഠിക്കാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഏതെങ്കിലും ഹാർമണി സ്കൂളിൽ പഠിക്കുന്നുണ്ട് അല്ലേ? 1 വർഷമായിട്ട് അവിടെ പഠിക്കുന്നുണ്ടോ? ഇത് പഠിക്കുന്നുണ്ട്. 8 വയസ്സേ ഇവന് പ്രായമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആദ്യമേ തന്നെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഗീത പാരമ്പര്യം ഉണ്ടോ ഈ ഒരു കുടുംബത്തിൽ? അച്ചാച്ചൻ നല്ലതായിട്ട് പാടുമായിരുന്നു. അച്ചാച്ചൻ പള്ളിയിലെ ദേവാലയ ശുശ്രൂഷയായിരുന്നു. അതുപോലെ അച്ചാച്ചൻ പാടുമായിരുന്നു. ഞാനും ഒരു കുഴപ്പമില്ലാതൊക്കെ പാടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അമലിനും പാടാനും കഴിവുണ്ട്. അമലിൻ്റെ 2ാമത്തെ പെങ്ങളാണ് ഇരിക്കുന്നത്, അൻസുവിനെ ഞങ്ങൾ ആദ്യം കീബോർഡ് പഠിപ്പിക്കാൻ വിട്ടത്. അതേത് പ്രായത്തിൽ? ഒരു 3 കൊല്ലം മുമ്പ്. അപ്പം അൻസു അവിടെ പോയി പഠിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ അമലിനെയും കൂടെ ചുമ്മാ എൻ്റെ കൂട്ടത്തിൽ വിട്ടതാണ്. സാറിനോട് ചോദിച്ചു ഇവൻ ഇരിക്കുമെങ്കിൽ പഠിപ്പിക്കാൻ. സാറ് പറഞ്ഞു ഇവൻ കുഞ്ഞല്ലേ, നോക്കട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അമലിന് എത്ര വയസ്സ് കാണും? അന്ന് എനിക്കൊരു 6 വയസ്സ്. 6 വയസ്സിലാണ് ചെറിയൊരു ആരംഭം പോലെ. അവനെ വെറുതെ അങ്ങോട്ട് വിട്ടു. സാറിൻ്റെ കൂടെ ഇരുന്ന് സാറ് പഠിപ്പിച്ചപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് കുഴപ്പമൊന്നുമില്ല, ബഹളമൊന്നുമില്ലാതെ പഠിച്ചു. പിന്നെ സാറ് പറഞ്ഞു കണ്ടിന്യൂസ് ചെയ്തോളാം പറഞ്ഞു. സാധാരണ രീതിയിൽ ഇപ്പോൾ 6 വയസ്സെന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓടിച്ചാടി നടക്കാനുള്ളൊരു സാധ്യതയാണ് കൂടുതൽ. പക്ഷെ അമലിനെ സംബന്ധിച്ച് ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്ത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നൊരു ഒരു ക്യാരക്ടറാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സവിശേഷത? അല്ലെങ്കിൽ നിങ്ങൾ ആരംഭത്തിൽ ഇത് ശ്രദ്ധിച്ചിരുന്നോ? ആരംഭത്തിലെ നമ്മൾ ഈ TV യിലെ പരസ്യമൊക്കെ കാണുമ്പോഴത്തേക്ക് ഇഷ്ടമുള്ള
ഈ സംഗീതമൊക്കെ കേൾക്കുമ്പോൾ ഓടി വന്ന് നോക്കി നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ മൂളിപ്പാട്ട് പഠിക്കും നടക്കുന്നത്. ഇപ്പോൾ ഇല്ലത്, അങ്ങനെ കുഞ്ഞായിരുന്നപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കറിയാമായിരുന്നു ഇവനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്ന്. ഇത് പെട്ടെന്ന് കീബോർഡ് പെട്ടെന്ന് പഠിച്ചെടുത്തത്. ഇപ്പോൾ അമൽ 5ലാണ് പഠിക്കുന്നത് അല്ലേ? ഈ പഠനത്തോടൊപ്പം ഈ ഒരു സംഗീതം അല്ലെങ്കിൽ ഈ ഒരു ഓർഗൻ വായനയും കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ ശനിയാഴ്ചയും രാവിലെ ഒരു 7 മണി 7:30 ആകുമ്പം ഞങ്ങളൊരു എൻ്റെ ഒരു സുഹൃത്തുണ്ട്, തോമസ് കുട്ടി എന്ന് പറയുന്നത്. പുള്ളി വന്ന് ഓട്ടോറിക്ഷയിൽ പിന്നെ കോട്ടനാട്ടും കുന്നപ്പള്ളിയിൽ അതിൻ്റെ കുന്നപ്പള്ളിയുടെ അടുത്താണ് ഇവൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ കൊണ്ടുവിട്ടിട്ട് പിന്നെ അവിടെ ഒരു ജോസ് സാറിൻ്റെ ഒരു സ്റ്റാഫുണ്ട്, ഞങ്ങളുടെ ഇടവകക്കാരൻ തന്നെ, ജോർജ് സാർ. അപ്പോൾ പുള്ളി ഇവനെ തിരിച്ചു കൊണ്ടുവിട്ട് ഞങ്ങളുടെ ലാബിൽ തന്നെ കൊണ്ടുവിട്ടോളൂ. അങ്ങനെ അവൻ തിരിച്ചു വിട്ടു. അപ്പോൾ എല്ലാ ശനിയാഴ്ച അങ്ങനെ പോകും. അപ്പോൾ എങ്ങനെയാണ് ഇടവകക്കാർ അല്ലെങ്കിൽ സ്കൂൾ അവിടെ നിന്നുള്ളൊരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് അമലിനോട്? അമലിന് ഭയങ്കര സപ്പോർട്ടാണ്. അമൽ പഠിക്കുന്നത് 4 കോടി കിളിമല SH സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ അതിനോട് ചേർന്ന് തന്നെ SMMI കോൺവെൻ്റ് ഉണ്ട്. അവിടെ മിക്കവാറും ആഴ്ച 3 ദിവസം കുർബാനയുണ്ട്. അല്ലാതെ മാസത്തിലൊന്ന് സ്പെഷ്യൽ കുർബാനയായിട്ട് അവർ വെക്കും. എന്തെങ്കിലും പരിപാടിയൊക്കെ അവരുടെ കോൺവെൻറ്റിൻ്റെതായിട്ടുള്ള പരിപാടിയൊക്കെ വരുമ്പോൾ. അപ്പോൾ അന്ന് തലേദിവസം ഞങ്ങൾ കൊണ്ടുപോയി കീബോർഡൊക്കെ വെച്ച് അമലിനെ വെളുപ്പിനെ കൊണ്ടുപോയി. അമലാണ് അന്ന് കുറേ നാളായിട്ട് അമല കീബോർഡ് വായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ 4 കോടിയിലെ CMC കോൺവെൻ്റ് ഉണ്ട്. അവിടെയും ഇതുപോലെ തന്നെ കുർബാനകൾ വരുമ്പോൾ അമല കീബോർഡ് വായിക്കുന്നത്. അപ്പോൾ സിസ്റ്റർമാർക്കൊക്കെ ഭയങ്കര സ്നേഹം. കുഞ്ഞായിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര, പിന്നെ പുറത്തുനിന്ന് വരുന്ന അച്ഛന്മാരൊക്കെ കാണുമ്പോൾ അത്ഭുതമായിട്ട് പറയാറുണ്ട്, മോൻ ഭയങ്കര ഗിഫ്റ്റാണ്, നിങ്ങൾക്ക് ദൈവം തന്ന ഗിഫ്റ്റാന്നൊക്കെ പറഞ്ഞ്. സാധാരണ രീതിയിൽ പാരൻസൊക്കെ പറയുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്, എൻ്റെ കുട്ടി എപ്പോഴും ഫോണിലാണ് അല്ലെങ്കിൽ TV-യിലാണ്, അല്ലെങ്കിൽ സാധാരണ അവർക്കെല്ലാം ഒരു കുട്ടികളെ അവരുടെ കഴിവിലേക്ക് ചെറിയ പ്രായത്തിൽ ഡൈവേർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു 10 കഴിയുമ്പോൾ +2 കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ഓരോരുത്തർ ഒരു ടേസ്റ്റ് മനസ്സിലാക്കുന്നത്. പക്ഷേ നിങ്ങൾ പാരൻസ് എന്ന നിലയിൽ അവനൊരു 5 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ചെറിയൊരു ഡൈവേർഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾക്കത് സാധിച്ചു എന്നുള്ളതാണ്. അതൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു നിങ്ങൾ? മൊബൈലൊക്കെ ഇപ്പോൾ ഇച്ചിരി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ചെറുപ്പത്തിൽ ഭയങ്കര ഉപയോഗമായിരുന്നു. പിന്നെ യുക്രൈൻ റഷ്യ യുദ്ധം വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ് മൊബൈൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സിഗ്നൽ കണ്ടിട്ട് ബോംബൊക്കെ വീഴുമെന്നൊക്കെ പറഞ്ഞ് മേടിപ്പിച്ചു. അങ്ങനെ കുറേ നാളായിട്ട് തുടത്തില്ലായിരുന്നു, മൊബൈൽ തുടത്തില്ലായിരുന്നു. ഇപ്പോൾ ഇത് ഈ കീബോർഡൊക്കെ പഠിച്ച് ഈ ഡൗൺലോഡ് ചെയ്യാനൊക്കെ പാട്ടൊക്കെ അങ്ങനെ ആ ഒരു ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് മൊബൈലൊക്കെ കുറച്ച് എടുത്ത്. എന്നിരുന്നാലും പക്ഷേ അവൻ്റെ കൂടുതൽ അമിതമായ ഉപയോഗം ചെലവഴിക്കുന്നത് ഈ ഒരു ഓർഗൻ വായനയിലേക്ക്. ഓർഗൻ വായന പിന്നെ കാർട്ടൂണൊക്കെ കുറെ കാണും. പള്ളിയിൽ വെച്ച് സിസ്റ്റർ ഞങ്ങളോട് പറയുന്നുണ്ടായി, അമൽ ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെ എല്ലാവരുടെയും പ്രീതിയിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയാണെന്ന്. ചേട്ടനാണെങ്കിലും ദേവാലയ ശുശ്രൂഷയിൽ ഒത്തിരി നാളുകളായി. ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഈ കുടുംബത്തിൽ അല്ലെങ്കിൽ അമലിൽ പ്രത്യേകിച്ച് ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒരു കഴിവ് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ എന്തുമാത്രം ഈ ഒരു മേഖലയിലുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ട്. അവനെ ഇപ്പം ആദ്യ കുർബാന സ്വീകരിച്ചിട്ട് ദേവാലയത്തിൽ പിന്നെ കുർബാനയ്ക്ക് കൂടാനായിട്ട് ശുശ്രൂഷ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതെല്ലാം കുർബാനയ്ക്ക് കൂടാനുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം ഞങ്ങൾ ഡ്രസ്സ് കൂടെ വാങ്ങിച്ചിട്ട് അടുത്ത മാസം ദേവാലയ ശുശ്രൂഷയാക്കാനായിട്ട് കുർബാനയ്ക്ക് കൂടാനായിട്ട് അങ്ങനെ അമലിന് ഭയങ്കര താല്പര്യമാണ്. ചേട്ടനും ചെറുപ്പത്തിലാണെങ്കിൽ ഇവന് ദേവാലയത്തിനോട് ചേർത്ത് നിർത്താനായിട്ട് ഒത്തിരി എൻ്റെ കൂടെ വരും, എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് പെൺമക്കളാണെങ്കിലും സഹായിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, തീർച്ചയായിട്ടും ഒരു അമ്മ എന്ന നിലയിൽ ഇവനെ ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷവും അഭിമാനമായിരിക്കും അല്ലേ? ഏതമ്മയ്ക്കും സ്വന്തം മകൻ ഇങ്ങനെ ഇത്രയും നല്ലൊരു കഴിവൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ വലിയ അഭിമാനമായിരിക്കും. എന്താണ് ഈ അവസരത്തിൽ അമലിനെ പറ്റി പറയാനുള്ളത്? തീർച്ചയായിട്ടും നല്ല ഒരു അഭിമാനം തന്നെയാണ്. എൻ്റെ ബാക്കി 2 പിള്ളേരും, മൂത്തവളാണെങ്കിലും ഡാൻസ്, പാട്ട് അങ്ങനെയുള്ള കലകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ മോൾ അൻസു, അവളും കീബോർഡൊക്കെ വായിക്കും. അതുമൊക്കെ ഒരു അഭിമാനമാണ്. പക്ഷേ ഇത് ഇത്ര കുഞ്ഞിലെയൊക്കെ 5 വയസ്സിൽ അത് വിചാരിച്ചിരുന്നു അവൻ ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തും? ഒരിക്കലും ഇത്ര ചെറിയ പ്രായത്തിൽ ഇങ്ങനെ വരുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ എല്ലാം ഒരു ദൈവാധീനം പോലെ 5 വയസ്സായപ്പോഴേ അത് പഠിക്കുകയും 6-7 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ പള്ളി വായിക്കാൻ ഞങ്ങൾ പറഞ്ഞു, വേണ്ട ഇപ്പം വേണ്ട മോൻ്റെ ആദ്യ കുർബാനയൊക്കെ കഴിഞ്ഞു. പറഞ്ഞു, കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞു, ഞാൻ പള്ളി വായിച്ചോളാം. നമ്മൾ വായിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇവന് കുർബാന എപ്പോഴാണ് പാട്ട് തുടങ്ങേണ്ടത്, എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത് എന്നൊക്കെ അറിയുമോ എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷേ ഇവന് വായിച്ചു. അത് നമ്മൾ ഇവിടുന്ന് പോയ കരുവേലച്ചൻ
ബോണി അച്ഛൻ ഇവരെല്ലാം നല്ല സപ്പോർട്ട് ചെയ്തു അവനെ വായിപ്പിച്ചു. അതെനിക്ക് ഒത്തിരി ഇതാണ്. 7 വയസ്സിൽ ആദ്യത്തെ ദിവസമൊക്കെ ഓർക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ഇവിടുന്ന് നേരത്തെ മുൻവികാരി സക്കറിയാസ് കരുവേലച്ഛൻ്റെ കൂടാണ് ആദ്യമായിട്ട് വായിച്ചത്. അവരൊക്കെ എത്രയും സപ്പോർട്ട്, ഇത്ര കൊച്ചിനെ കയറ്റി വായിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു റിസ്ക് ഉള്ള കാര്യമല്ല. അതൊന്നും പകവയ്ക്കാതെ അവർ രണ്ടുപേരും, ബോണിയച്ഛനും ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഇപ്പോഴത്തെ ടോമച്ചൻ, പിന്നെ ഞങ്ങളുടെ ടോണി, കൊച്ചുമലയിൽ അച്ഛനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോഴും. ഇപ്പോൾ ഇവൻ്റെ ഓരോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അയക്കണം, പെട്ടെന്ന് ഇടണമെന്നൊക്കെ ടോണി അച്ഛൻ എപ്പോഴും പറയും. ഞങ്ങൾ വീഡിയോ എടുക്കാത്ത കുഴപ്പമുള്ളൂ, അവരെപ്പോഴും പറയും ഒരു മുടക്കല്ലേ ഇത്, ഇടണം അങ്ങനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ എല്ലാം ഒരു ദൈവാനുഗ്രഹം പോലെ. ആദ്യത്തെ ഇവന് ഈ കല്യാണ കുർബാന വായിക്കാനായിട്ട് ഞങ്ങളുടെ ഇടവകയിലെ ഡോൺ കരിങ്ങട എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ കല്യാണത്തിന് 1 മാസം മുമ്പ് ഇവനോട് പറഞ്ഞു, നീ വായിച്ചാൽ മതി എൻ്റെ കല്യാണത്തിന്. 8 വയസ്സുള്ള കുഞ്ഞിന് അവരത്ര കോൺഫിഡൻസോടുകൂടി വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. വേറെ ആരെയാണേലും വിളിക്കുകയല്ല, 8 വയസ്സേ ഉള്ളൂ, കൊച്ചെങ്ങനാ വായിക്കും. അതോ വരുന്നതും തോമസ് തറയിൽ പിതാവ് കല്യാണത്തിന് വരുന്നതും അന്നവൻ ആദ്യമായിട്ട് നല്ലതായിട്ട് വായിച്ചു. അതോടുകൂടി പിന്നെ ഒത്തിരി ആൾക്കാർ അവന് വിളിക്കുമായിരുന്നു, ഞങ്ങളുടെ കല്യാണത്തിന് വായിക്കാവോ. പിന്നെ പുറത്തുനിന്നും ഒക്കെ ഒത്തിരി ആൾക്കാർ നമ്മുടെ ഈ വീഡിയോ ഒക്കെ കണ്ട് വിളിക്കുന്നുണ്ട് വേറെ സ്ഥലത്തു നിന്നൊക്കെ. വിളിക്കുമ്പോൾ അമലിന് ഒരു ടെൻഷനോ ഒന്നുമില്ല അല്ലേ? ഇവനൊന്നും അറിയത്തില്ല അതിനെപ്പറ്റി ഒന്നും. വായിക്കും എന്നല്ലാതെ ഇവൻ ഇതിനെപ്പറ്റി ഒന്നും ഇപ്പോഴും അറിയത്തില്ല. അപ്പം നമുക്ക് കൊണ്ടുപോകാനുള്ള അസൗകര്യം കാരണം ആലപ്പുഴയിൽ നിന്നും ഒക്കെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കോൾ ചെയ്യും, ഞങ്ങളുടെ കല്യാണത്തിന് കൊണ്ടുവരാവോ, ഇന്ന ഡേറ്റിലാ കല്യാണം എന്നൊക്കെ. ഞങ്ങളെ സംബന്ധിച്ച് 2 പേർക്കും വെളുപ്പിന് 5:30 ആകുമ്പം ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്. പിന്നെ ഞാനും വിചാരിച്ചു ഇത്ര ചെറുതല്ലേ, അവനെ കുറച്ചുകൂടെ ഒക്കെ ആയി കഴിയുമ്പം തന്നെയൊക്കെ പോകാറാകുമ്പോഴോ അല്ലെ കുറച്ചുകൂടെ ഒക്കെ പ്രായമാകുമ്പം കൊണ്ടുപോകാം എന്നൊക്കെ. ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം ഒരു റാസ കുർബാനയ്ക്ക് ഈ കുട്ടനാട്ടിലൊരു പള്ളിയിൽ നിന്ന് വിളിച്ചിരുന്നു. പക്ഷേ ഇവൻ റാസ കുർബാന ഇതുവരെ നമ്മുടെ ഇവിടെ പള്ളി വായിച്ചില്ല. അത് കാരണം ഞങ്ങൾക്കൊരു ടെൻഷനായിരുന്നു, ഇവൻ വായിക്കുമോ, വേറെ പള്ളിയിലും കൂടെയല്ലേ. അപ്പോൾ ഇവനൊന്നും പറഞ്ഞ് വായിക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മോനെ വേണ്ട, ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വായിച്ചിട്ട് പോകാം. അപ്പോൾ ഇവന് വായിച്ചിട്ടുമില്ല. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് ആ 3 പാട്ടേ ഉള്ളെന്ന് ഇവൻ പറയുന്നത് എക്സ്ട്രാ റാസ കുർബാനയ്ക്ക്. ആ 3 പാട്ട് ഇവിടെ വന്ന് തന്നെത്താനെ അന്നേരം തന്നെ പഠിച്ചിട്ട് പറഞ്ഞ് ഞാൻ പഠിച്ചു, അതും പഠിച്ച് എനിക്ക് വായിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളത് 2-3 ദിവസം കഴിഞ്ഞപ്പം പുള്ളിക്കാരനെ തിരിച്ച് വിളിച്ചു. ഞങ്ങൾ ഇവന് പഠിച്ചിട്ടുണ്ട്, വായ്പ അവിടെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞ ആളെ അടുത്ത പ്രാവശ്യം വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കുന്നു. അത് വലിയ വിഷമമായിപ്പോയി അവൻ ആ ഒരു റാസ കുർബാന പോയെന്ന് പറഞ്ഞപ്പം. ആർക്കെങ്കിലും ഒരു ഫാമിലിയിൽ ഒരു ഓർഗൻ വായന അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഫാമിലി? ഞങ്ങളുടെ ഇവിടെ ആരുമില്ല. ഇവളെ പഠിപ്പിച്ചു എന്നുള്ള, ഇവളും പക്ഷെ പെട്ടെന്ന് പഠിച്ചു കേട്ടോ. ഇവള് പക്ഷെ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് വരുന്നില്ല. പള്ളി വായിക്കും, എന്നാലും മറ്റുള്ള കല്യാണത്തിനൊക്കെ വായിക്കാൻ പോകാൻ പറഞ്ഞാൽ അവൾക്ക് ഒരു മൗനമാവില്ല, അതിനോട് അത്ര അങ്ങോട്ട് ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാവരും ഇവനെ സപ്പോർട്ടാണ്. ഇപ്പോഴും ഈ 2 വർഷം കൊണ്ട് നമ്മുടെ പള്ളിയിൽ ഇവൻ വായിക്കുവാണല്ലോ. ഇപ്പോഴും ഓരോ കുർബാന വായിച്ചിറങ്ങുമ്പോൾ ഓടി വന്ന് പ്രായമുള്ള അച്ചായനും അമ്മച്ചിമാരും ഒക്കെ നല്ലതായിട്ട് വായിച്ചു, നല്ലതായിരുന്നു മോനെ, നെറ്റിയെ കുരിശൊക്കെ വരച്ചിട്ടാണ് പോകുന്നത്. പിന്നെ കല്യാണത്തിനൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഓരോരുത്തർ പോക്കറ്റ് മണി പോലെ പൈസ കൊടുത്തിട്ട് മുട്ടായി വാങ്ങിച്ചോണം, ചോക്ലേറ്റ് വാങ്ങിച്ചോണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഒത്തിരി ഒരു ഇതുപോലെ തോന്നും. തീർച്ചയായിട്ടും. ഇപ്പൊ ഞങ്ങളാണെങ്കിൽ ഇന്ന് രാവിലെ കുർബാനയ്ക്ക് ഷൂട്ടൊക്കെ ചെയ്യാൻ പോയപ്പോൾ അവനെ സംബന്ധിച്ച് അവൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ക്യാമറയോ മറ്റു ചുറ്റുപാടുകളോ ഒന്നുമില്ല. പക്ഷെ ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്രയും ചെറുപ്പത്തിലെ ആ ഒരു കൊച്ചു തലച്ചോറിനുള്ളിൽ നിന്നുകൊണ്ട് അവൻ വളരെ ഭംഗിയായിട്ട് വായിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും വലിയ അതിശയം എന്ന് പറഞ്ഞാൽ ഇവൻ ആ കുർബാന തുടങ്ങുമ്പോൾ എങ്ങനെ അറിയാം ഇതാ പാട്ടെടുത്ത് തുടങ്ങുന്നൊക്കെ ഉള്ളത്, എങ്ങനെ ഇവൻ പഠിച്ചു വെച്ചെന്നുള്ള. നമ്മുടെ എറണാകുളം കുർബാനയൊന്നും ഇവൻ അങ്ങനെ പ്രാക്ടീസ് പോലും ചെയ്തിട്ടുമില്ല, ഇവിടെ തൊട്ട് വായിച്ചിട്ടുമില്ല. ഒരു ദിവസം ഞങ്ങളുടെ കഴിഞ്ഞ യൂദാസിയുടെ പെരുന്നാളിൻ്റെ അന്നത്തെ ആദ്യത്തെ കുർബാന മാർട്ടിൻ തൈപ്പറമ്പിൽ അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ ഇവനോട് വന്ന ഉടനെ ചോദിച്ചു, എറണാകുളം വായിക്കാവോ എന്ന് ചോദിച്ചു. ഇവൻ പറഞ്ഞ് വായിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുമോ, എങ്ങനെ ഇവൻ വായിക്കും. പക്ഷെ നല്ലതായിട്ട് വായിച്ചു, മൊത്തം വായിക്കുകയും ചെയ്തു എറണാകുളം തന്നെ. അതൊക്കെ വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. സപ്പോർട്ടാ ഭയങ്കര. എല്ലാം മാത്തുക്കുട്ടിച്ചായനൊക്കെ വേറെ ഗ്രൂപ്പിലുള്ള സീനിയർ മാത്തുക്കുട്ടിച്ചായനൊക്കെ ഒത്തിരി പറഞ്ഞു കൊടുക്കും. പുള്ളിക്ക് അറിയാം അതിൻ്റെ കുർബാനയുടെ എല്ലാം
അമ്മക്ക് വിളിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ഈ നാലുകോടിയിലുള്ള ഓരോരുത്തരും അൾത്താര ബാലന്മാർ വരെ ഇവന് സപ്പോർട്ടാന്നുള്ള ഓരോ കാര്യത്തിന്. അത് നമ്മുടെ ഏറ്റവും വലിയ അല്ലേ? ഞാനൊരു സംശയം ചോദിക്കട്ടെ. പല അമ്മമാരും അവരുടെ മക്കളെ വലിയ നിലയിൽ എത്തിക്കണം എന്നുള്ള ഉള്ളിൽ ചെറുപ്പത്തിലേ മുതലൊരു ആഗ്രഹം കാണും. ചേച്ചീനെ സംബന്ധിച്ച് ചേച്ചി അതിൽ ഒരു പകുതിയോളം വിജയിച്ചു കഴിഞ്ഞു. കാരണം അവൻ്റെ ഒരു ഫീൽഡ് ഇതാണ്, നമുക്കൊരു 5-ാം വയസ്സിലേക്കൊന്ന് മനസ്സിലായി തുടങ്ങി. അതിലേക്കൊക്കെ എങ്ങനെയാണ് എന്തെങ്കിലും ഉൾക്കാഴ്ച അല്ലെങ്കിൽ പ്രാർത്ഥന എങ്ങനെയാണ് അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത്? പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ലതായിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ എനിക്ക് 40-ാം വയസ്സിലുണ്ടായ മോനായത്. 40-ാം വയസ്സിൽ അപ്പോൾ അത് എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും എന്നൊന്നും നമുക്കറിയത്തില്ല. പ്രായം മകനെ വലിയ അത്ഭുത അതിശയം തന്നെ. എനിക്ക് തോന്നുന്നു വിനോദ് ഇങ്ങനെ ഒരു ദേവാലയ ശുശ്രൂഷയായിട്ട് ജോലി ചെയ്യും. നമ്മൾ ജോലിയൊക്കെ ഡൽഹിയിൽ നിന്നൊക്കെ വിട്ട് ഈ ജോലിയിൽ വന്നതിൻ്റെ ഡൽഹിയിലായിരുന്നു. അവിടുന്ന് വന്നപ്പോൾ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. നല്ല ശമ്പളമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇട്ടിട്ട് വന്നു. ഇപ്പം അതിനെക്കുറിച്ച് എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് എനിക്ക്. അമലിൻ്റെ ചേച്ചി അൻസു അല്ലേ? പപ്പ ആദ്യം പറഞ്ഞായിരുന്നു അൻസുവിനെയാണ് ആദ്യം വിടുന്നത് ഓർഗൻ വായിക്കാൻ. കൂടെ അങ്ങനെ ഒരു കൊച്ചനീനെ പോലെ അമലും കൂടെ വന്നു അല്ലേ? എന്താണിപ്പോൾ കൊച്ചനീനെ പറ്റി പറയാനുള്ളത്? എന്നെയൊക്കെ നന്നായിട്ട് അവൻ വായിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. കാരണം എന്നെയൊക്കെ എന്തുകൊണ്ട് അവനാ കഴിവ് കൂടുതൽ. എന്നെ ആദ്യം പഠിപ്പിക്കാൻ വിട്ടെന്ന് പറഞ്ഞാലും പക്ഷേ അവൻ എന്തുകൊണ്ട് ഏറ്റവും നന്നായിട്ട് വായിക്കുന്നത്. എനിക്കതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എന്നെ കുറച്ച് ഫോഴ്സ്ഫുള്ളിയാണ് ഇവർ പറഞ്ഞു വിടുന്നത്. പക്ഷെ അവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് അവൻ വായിക്കാൻ പോകുന്നത്. പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിലായാലും ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. അതെ. ടീച്ചേഴ്സ് ആയാലും എല്ലാവരും ഇവന് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഇങ്ങനെ കുർബാനയൊക്കെ നല്ല സൂപ്പറായിട്ട് എല്ലാം ഭയങ്കരമായിട്ട് ഫില്ലൊക്കെ ചെയ്ത് ഇവൻ വായിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇവൻ്റെ കൂടെ ആദ്യം ഓർഗൻ പഠിക്കാൻ പോയപ്പോൾ എങ്ങനെയായിരുന്നു ഇവൻ്റെ ഒരു മെൻറ്റാലിറ്റി? ഒരു ഈഗർനെസ്സോടുകൂടി വളരെ ആകാംക്ഷയോടുകൂടി പഠിക്കുമായിരുന്നു, അതോ റെസ്ലെസ് ആയിട്ടായിരുന്നു? എങ്ങനെയായിരുന്നു ആ ഒരു സമയത്തൊക്കെ? എല്ലാവരും ഇങ്ങനെ വായിക്കുമ്പോൾ ഇവൻ നന്നായിട്ട് നോക്കിയൊക്കെ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ എല്ലാവരും വായിക്കുമ്പം അവിടെയൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പപ്പ വന്നിട്ട് ചോദിക്കുന്നത് പഠിക്കാൻ. ഇങ്ങനെ സാറിനോട് ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞു ഈ പ്രായത്തിൽ പിന്നെ പഠിപ്പിക്കാൻ അങ്ങോട്ട് വിട്ടു. ഈ ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും അംഗീകാരങ്ങളൊക്കെ അമലിനെ തേടി എത്തിയിട്ടുണ്ടോ? അംഗീകാരം എന്ന് പറഞ്ഞാൽ ഇവന് 8 വയസ്സിൽ ട്രിനിറ്റിയുടെ എക്സാം എഴുതി ഗ്രേഡ് 1 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ട്രിനിറ്റി കോളേജിൻ്റെ 80% മാർക്കോട് കൂടി. അതിന് പിന്നെ 3ാമത്തെ ഗ്രേഡ് ഇനി ഉടനെ എഴുതാൻ പോകും. അതിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട് 3ാമത്തെ ഗ്രേഡിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ കൊച്ചു പ്രായത്തിലാണ് ഇത്രയും അംഗീകാരങ്ങളൊക്കെ ഇവനെ തേടിയെത്തുന്നത്. അപ്പോൾ എന്താണ് ഇവൻ്റെ ഭാവിയിലേക്ക് എങ്ങനെ നിങ്ങൾ നോക്കിക്കാണുന്നത്? ഭാവിയിലേക്ക് ഇത്രയും എല്ലാം ദൈവം തമ്പുരാൻ ഇത്രയൊക്കെ തന്നെങ്കിൽ മുന്നോട്ട് ഞങ്ങൾ അതുപോലെ വിട്ടുകൊടുത്തേക്കോ ദൈവം തമ്പുരാന്. നമ്മളൊന്നും ഇത് ചെയ്യുന്നില്ല. ഇതിലേക്ക് പോകുന്നെങ്കിൽ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പഠിക്കാനും കുഴപ്പമില്ലാതെ പഠിക്കുന്നുമുണ്ട്. ഏതാന്ന് വെച്ചാൽ അവൻ വലുതാവുമ്പം തിരഞ്ഞെടുക്കും. എൻ്റെ പേര് ജോസഫ് എന്നാണ്. തങ്കച്ചൻ എന്ന് എല്ലാവരും വിളിക്കും. ഞാനിവിടെ നമ്മുടെ നാലുകോടി സെൻറ്റ് തോമസ് ചർച്ചിൽ 33 വർഷത്തോളം ദേവാലയ ശുശ്രൂഷ ചെയ്തിരുന്നു. ഇപ്പം റിട്ടയറായി. മൂത്ത മകൻ ബിനോയ് സർവീസ് തുടരുന്നു. അമൽമോൻ്റെ വല്യപ്പനാണ്. അമൽമോനെ എപ്പോഴും ഞങ്ങളുടെ അഭിമാന പാത്രമാണ്. അങ്ങനെ കലാപരമായിട്ട് എല്ലാ കഴിവുകളുമുണ്ട്. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ ക്രിസ്മസ് കരോളുകാർ ഇവിടെ തോരെ വരുമായിരുന്നു. അപ്പോൾ അവർ ഡ്രമ്മടിക്കുന്നതും എല്ലാം കണ്ട് അവൻ അതിൽ പ്രചോദനം കേൾക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന പാട്ടയും ഇഡ്ഡലിയിലും കുട്ടി ആദ്യം ഡ്രമ്മടിയിലാണ് അവനെ ഇത് കാണിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഓർഗനിലോട്ടൊക്കെ തിരിഞ്ഞു, പാട്ടിലോട്ടൊക്കെ തിരിഞ്ഞു. നന്നായിട്ട് പാടും, ഓർഗൻ നന്നായിട്ട് വായിക്കും. എല്ലാ കലാപരമായ എല്ലാ കാര്യങ്ങളും അവന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക അനുഗ്രഹമാണത്. ഞാനും പാട്ടൊക്കെ പാടുമായിരുന്നു. ഇപ്പം പ്രായാധിക്യമുണ്ട്, 76 വയസ്സുണ്ട്. കണ്ണിന് കാഴ്ച പരിമിതിയുണ്ട്, കേൾവിക്ക് കേൾവി പരിമിതിയുണ്ട്. അത് കാരണം ഞാൻ ഒത്തിരി ആക്റ്റീവ് ആകുന്നില്ല. എല്ലായിടത്തും സൗമ്യമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നു. ഇത്രേ ഉള്ളൂ ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു 4 വരി പാട്ടൊന്ന് പാടാവോ? ഞാൻ ഒരു 4 വരി പാട്ട് പാടാം. പഴയ പാട്ട് ഇപ്പം അത്രയ്ക്കൊന്നും സുതാര്യമായിരിക്കുകയില്ല എങ്കിലും. തിരുനാമ കീർത്തനം
പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുവിൻ. തീർച്ചയായിട്ടും ദൈവം തൊട്ടുണർത്തിയ ഒരു ശിശുവാണ് നമ്മുടെ അമൽ. അപ്പോൾ അമലിൻ്റെ ഇനിയുള്ള ഭാവി ജീവിതത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും മംഗളങ്ങളും നേരുന്നു. ഞങ്ങളോടൊപ്പം ഇത്രയും നേരം സമയം പങ്കിട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും, അമലിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഒത്തിരി നന്ദി. അപ്പോൾ തീർച്ചയായിട്ടും ഗുഡ്നസ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ശബ്ദമുയർത്തി പാടും